നമസ്കാരം. ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വർഷം 2024 കർക്കടകവാവ് ബലി ആഗസ്റ്റ് 4-ാം തീയതിയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചരിക്കുവാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പല ക്ഷേത്രങ്ങളിലും ആഗസ്റ്റ് 3-ാം തീയതി ആചരിക്കുന്നുണ്ടെങ്കിലും വളരെയധികം സവിശേഷതകൾ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ആഗസ്റ്റ് 4-ാം തീയതി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വിവരം ഏവരെയും അറിയിച്ചുകൊള്ളുന്നു. ആലപ്പുഴയിൽ നിത്യവും പിതൃമോക്ഷ വഴിപാടുകളും ബലിതർപ്പണവും നടത്തുന്ന പുണ്യപുരാതനമായ വൈഷ്ണവ സന്നിധിയാണിത്. ഓഗസ്റ്റ് 4-ന് പുലർച്ചെ 3 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. പിതൃമോക്ഷകാരകനായ സാക്ഷാൽ വൈകുണ്ഠനാഥൻ കുടികൊള്ളുന്ന ഈ സന്നിധിയിലെ ബലിതർപ്പണം അതിവിശേഷമാണ്. വില്ലുമംഗല സ്വാമിയാർ തൻ്റെ അമ്മയ്ക്കു വേണ്ടി ബലിതർപ്പണം നടത്തിയ ദിവ്യ സന്നിധിയാണിതെന്നുള്ളതാണ് ഇവിടുത്തെ ബലിതർപ്പണത്തെ അതീവ പുണ്യമാക്കുന്നത്. നമസ്കാരം, ഞാൻ ഓമനക്കുട്ടൻ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. ആലപ്പുഴ ജില്ലയിൽ നിത്യവും പിതൃമോക്ഷപ്രദായകമായ വഴിപാടുകൾ പണ്ട് മുതൽക്കേ നടക്കുന്ന ഒരു വൈഷ്ണവ സന്നിധിയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പണ്ടുകാലത്ത് കർക്കിടക മാസത്തിലെ വാവുബലിയായിരുന്നു ഇവിടെ പ്രാധാന്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് നിത്യവും ബലിതർപ്പണങ്ങളും നിത്യവും തിലോഹോമം ഉൾപ്പെടെയുള്ള പിതൃമോക്ഷ വഴിപാടുകളും നടക്കുന്ന ഒരു സന്നിധി കൂടിയാണിത്. ഈ മാസം കർക്കിടവാവ് 4-ാം തീയതിയാണ് ക്ഷേത്രത്തിൽ എടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് 4-ാം തീയതി എടുത്തതെന്ന് ചോദിച്ചാൽ, 3-ാം തീയതി വൈകുന്നേരമാണ് വാവ് തുടങ്ങുന്നത്. അതുമാത്രമല്ല, ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് കർക്കിടകവാവ് ബലി. കർക്കിടകവാവ് ബലിക്ക് ശിവയിൽ ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും കൂടെ നടക്കുന്നതുകൊണ്ട് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ആട്ടവിശേഷമാണ് വാവുബലി. നട തുറന്നിരിക്കുന്ന സമയം മുതൽ തന്നെ ഇവിടെ പിതൃതർപ്പണം നടക്കുന്നുണ്ട്. പിതൃതർപ്പണം ഇതിൻ്റെ ക്ഷേത്രത്തിനടുത്തുകൂടെ നദിയോ പുഴയോ ഒന്നുമില്ല, ക്ഷേത്രക്കുളത്തിലാണ് പിതൃതർപ്പണം നടത്തി വരുന്നത്. നട തുറന്നിരിക്കുന്ന സമയം മുതൽ, അതായത് 3 മണി മുതൽ പിതൃതർപ്പണം നടത്തുന്നു. പണ്ട് മുതൽക്കേ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ വന്ന് പിതൃതർപ്പണം നടത്തി ഇവിടുത്തെ ഭഗവാന്റെ മുമ്പിൽ തയ്യാറാക്കുന്ന പടച്ചോറുകൾ, അതായത് ചാവൂട്ട്, കൂട്ടനമസ്കാരം തുടങ്ങിയ വഴിപാടുകളുടെ ചോറുകൾ, അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ഒരു പൈതൃകമായൊരു ചടങ്ങാണത്. അത് പണ്ട് മുതൽക്കേ തന്നെ ഊട്ടുപുരെ പോലുമല്ല, ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെയാണ് കാർന്നവന്മാരായിട്ട് തന്നെ അത് എന്തെങ്കിലും ഐതിഹ്യങ്ങൾ കാണും. ഭഗവാന്റെ തിരുമുമ്പിൽ തന്നെയാണ് അത് ചോറുകളൊക്കെ തയ്യാറാക്കി വരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. കുറഞ്ഞത് ഒരു 1500-2000 കിലോ അരിയാണ്, ഉണക്കലരിയാണ് ചാവൂട്ടിനും കൂട്ടനമസ്കാര ചോറിനുമായിട്ട് നമ്മൾ തയ്യാറാക്കി വന്നത്. വാവ് തുടങ്ങുന്ന സമയം ആണ് ഇതെല്ലാം തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാസത്തെ തിരുവമ്പാടി കർക്കിടകവാവ് ബലി ആചരണം 4-ാം തീയതി ആക്കിയിരിക്കുന്നത്. 3-ാം തീയതി 4 മണിക്ക് വാവ് തുടങ്ങുന്നത് കൊണ്ട് രാത്രി തന്നെ നമുക്കിതിനെല്ലാം തയ്യാറാക്കാൻ പറ്റും. 3 മണിക്ക് നട തുറക്കുന്നത് വാവ് സമയത്താണ്. അതിനേക്കാളുപരി ദ്വാദശനാമ പൂജ, തിലോഹോമം സംബന്ധിച്ചുള്ള പൂജകൾ 1-ാം തീയതി തൊട്ട് ഇതിൻ്റെ സുഹൃതഹോമം തുടങ്ങി പിതൃമോക്ഷപരമായ എല്ലാ പൂജകളും, കാലുകഴുകി ചൂട്ട്, ബ്രാഹ്മണ റൂട്ട്, ഇതെല്ലാം വരുന്നത് 1, 2, 3 തീയതികളിലാണ്. അപ്പോൾ വാവ് സമയത്ത് തന്നെയാണ് സായുജ്യ പൂജ പോലുള്ള പിതൃമോക്ഷ പൂജകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് 4-ാം തീയതി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആലപ്പുഴ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വാവ് ബലി ആചരിക്കുന്നത്. 3-ാം തീയതി തൊട്ട് വാവ് തുടങ്ങുന്നത് കൊണ്ട് പരിപൂർണമായിട്ടും തിരുവമ്പാടി ക്ഷേത്രത്തിലെ വാവ് ബലിക്ക് വാവ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ തവണത്തെ ഒരു പ്രത്യേകത വന്നിരിക്കുന്നത്. നിത്യവും 5 പൂജകളുള്ള ക്ഷേത്രത്തിലെ എതിർത്ത് പൂജയ്ക്ക് ശേഷമാണ് പിതൃപ്രീതികരമായ വഴിപാടുകളായ ചാവൂട്ട്, കൂട്ടനമസ്കാരം എന്നിവയുടെ പ്രസാദം കൊടുത്തു തുടങ്ങുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പടച്ചോറ് വീട്ടിൽ കൊണ്ടുപോയി പിതൃക്കളെ സ്മരിച്ച് ശുദ്ധമായ സ്ഥലത്ത് പടച്ചോറിൻ്റെ ഒരു ഭാഗം ഇലയിൽ വച്ചതിനു ശേഷം ബാക്കി ഭാഗം വീട്ടുകാർ കഴിക്കണമെന്നാണ് പ്രമാണം. നമസ്കാരം. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവ് ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ചയാണ് ആചരിക്കുന്നത്. വിപുലപരമായ സജ്ജീകരണങ്ങളാണ് ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്.
ഒരേ സമയം തന്നെ 1000-ൽ പരം ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ബലിതർപ്പണം ചെയ്യാനുള്ള ഒരു വിപുലമായ സജ്ജീകരണമാണ് ഇത്തവണ നടപ്പിലാക്കിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് ബലിതർപ്പണം ആരംഭിക്കും. ദേവസ്വത്തിൻ്റെ കീഴിൽ 3 കൗണ്ടറുകളും അതുപോലെ തന്നെ മറ്റു പുരോഹിതന്മാരുടെ ഇതിൽ വേറെ 10 കൗണ്ടറുകളും ക്ഷേത്രം സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര ബലിക്കുളം നവീകരിച്ച് കൂടുതൽ സജ്ജീകരണം മുൻവർഷത്തിനേക്കാൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. 3 മണിക്ക് ബലിതർപ്പണം തുടങ്ങിയാൽ ഭക്തജനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ കർക്കിടകവാവിൻ്റെ പിതൃമോക്ഷ പൂജകളുടെ പ്രസാദ വിതരണം ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നതാണ്. ഈ വർഷം മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാവിൻ്റെ വഴിപാട് രസീതുകൾ മുൻകൂട്ടി ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കാവുന്നതാണ്. കർക്കിടക ദിവസവും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകൾ നടത്താവുന്നതാണ്. വിപുലകരമായ ഒരുപാട് കൗണ്ടറുകൾ നമ്മൾ ഇത്തവണ വലിയ തള്ളും ബഹളമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സജ്ജീകരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് തന്നെ കർക്കിടകവാവിൻ്റെ വഴിപാട് രസീതുകൾ ചാവൂട്ട്, കൂട്ടുനമസ്കാരം, തിലഹോമം, പിതൃനമസ്കാരം, പിതൃപൂജ, അനാദിമന്ത്രാർച്ചന, സഹസ്രാമർച്ചന തുടങ്ങിയ വഴിപാടുകൾ ദേവസ്വത്തിൻ്റെ വിവിധ കൗണ്ടറുകളിൽ നിന്നും ചീട്ടാക്കാവുന്നതാണ്. കർക്കിടക വാവ് ദിനമായ ഓഗസ്റ്റ് 4-ന് രാവിലെ 5 മുതൽ കർക്കിടക വാവ് പ്രമാണിച്ചുള്ള വിശേഷാൽ തിലഹോമം നടക്കും. രാവിലെ 5:45 മുതൽ 6:15 വരെയാണ് എതിർത്തുപൂജ, തുടർന്ന് ശീവേലി. ഇതിനുശേഷം പിതൃപ്രീതികരമായ വഴിപാടുകളായ ചാവൂട്ട്, കൂട്ടനമസ്കാരം എന്നിവയുടെ വഴിപാടായ പടച്ചോറ് വിതരണം ആരംഭിക്കും. രാവിലെ 7-ന് പന്തിരടി പൂജ, 10-ന് ദർശന പ്രാധാന്യമുള്ള സായുജ്യ പൂജ, ഉച്ചയ്ക്ക് 12:30-ന് ഉച്ചപൂജ, തുടർന്ന് ശീവേലി. വൈകിട്ട് 5:30-ന് നട തുറക്കൽ, ത്രിസന്ധ്യയ്ക്ക് ദീപാരാധന, 7 മുതൽ കർക്കിടക ഭജന, രാത്രി 8:15-ന് അത്താഴപൂജ, ശീവേലി എന്നിവ നടക്കും. പൂജകൾക്ക് കണ്ണമംഗലത്തിലത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി കുര്യാറ്റുപുറത്തിലത്ത് യദുകൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി ഗിരീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. കർക്കിടക വാവ് ബലിക്കും പൂജകൾക്കുമുള്ള രസീതുകളുടെ വിതരണം ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്.